വയനാട്. ഓരോ തവണ ഇവിടെ എത്തുമ്പോഴും എന്തോ ഒരു പ്രത്യേക ഫീൽ കിട്ടാറുണ്ട്. മഞ്ഞ്, മഴ, കാട്, തണുത്ത കാറ്റ്, ഇതെല്ലാം ചേർന്നാൽ യാത്ര വെറുമൊരു യാത്രക്കപ്പുറം അതൊരു നല്ല അനുഭവമായി മാറാറുണ്ട്. അങ്ങനെ ഒരു യാത്രയിൽ ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് കോഫി ഏക്കേഴ്സ് റിസോർട്ടിലേക്ക്. പേര് പോലെ തന്നെ കാപ്പിത്തോട്ടങ്ങളുടെയും പച്ചപ്പിന്റെയും നടുവിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായൊരു റിസോർട്ട്. റിസോർട്ടിന്റെ ഗേറ്റിലൂടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടും. ചുറ്റും വലിയ മരങ്ങൾ, പക്ഷികളുടെ ശബ്ദം, തണുത്ത കാറ്റ്, നഗരത്തിലെ തിരക്കിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. പ്രകൃതിയെ മാറ്റിയൊരു റിസോർട്ട് നിർമ്മിച്ചിട്ടില്ല ഇവിടെ. പ്രകൃതിക്കുള്ളിൽ അതിനെ ബഹുമാനിച്ചുകൊണ്ടൊരു അനുഭവമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാടിന്റെ നടുവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ലോകമാണെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഞാൻ കോഫി ഏക്കേഴ്സ് റിസോർട്ടിലെത്തിയത്. അതാണ് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം. മഴ വീണ്ടും, മഴക്കാലത്തെ വയനാട്. പ്രകൃതി തൻ്റെ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കുന്ന കാലം. ഇതാണ് ഞാൻ ഇന്ന് തങ്ങാൻ പോകുന്ന കോട്ടേജ്. മരങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞിരിക്കുന്ന കോട്ടേജുകൾ, കാറ്റ് കടന്നു പോകാൻ ഇടം നൽകിയ വഴികൾ, മഴത്തുള്ളികൾ വീഴാൻ കാത്തിരിക്കുന്ന ഇലകൾ, എല്ലാം അതിൻ്റെ സ്വാഭാവിക താളത്തിൽ. ഒന്നും കൃത്രിമമായി തോന്നിയില്ല. ഇതാണ് ഈ കോട്ടേജിന്റെ ഉൾവശം. ആഡംബരം കാണിച്ചു തരാൻ ശ്രമിക്കുന്ന ഒരു മുറിയല്ല ഇത്. പകരം കുറച്ച് സമയം ഇവിടെ തന്നെ നിന്നോളും എന്ന് പറയുന്നൊരിടം. പഴമയുടെ ഭംഗി ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ആന്റിക് അലമാരകൾ, കാലത്തിന്റെ കഥകൾ പറഞ്ഞു തരുന്ന മരജനലുകളും വാതിലുകളും, അതിന്റെ നടുവിൽ ഇന്നത്തെ സൗകര്യങ്ങളെല്ലാം നിറഞ്ഞ വിശാലമായൊരു ബെഡ്. വോം ലൈറ്റുകളുടെ മൃദുവായ വെളിച്ചം ഈ മുറിക്കൊരു പ്രത്യേക ശാന്തത നൽകുന്നുണ്ട്. ഒന്നും അമിതമല്ല, ഒന്നും കുറവുമല്ല. ഓരോ കോണും ചിട്ടയോടെ ഒരുക്കിയിരിക്കുന്നു. Everything I need, are you good for me? Would you be there, would you be there? Baby, would you be there, would you be there? Baby, would you be there? Would you be there, would you be there? Baby, would you be there? Would you be there, would you be there? Baby, would you be there? Would you be there, would you be there? Baby, would you be there? Are you really mine, or is it just a dream? Are you good for me? വൈകുന്നേരം മഴ വീണ്ടും വരും. അതിൻ്റെ കൂടെ ഈ റിസോർട്ടിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു കാഴ്ച ഞാൻ കാണിക്കാം. കാടിൻ്റെ നടുവിലാണെന്ന് തോന്നിപ്പിക്കുന്ന ആ വലിയ സ്വിമ്മിംഗ് പൂൾ. ചുറ്റും മരങ്ങൾ മാത്രം, മുകളിൽ ആകാശം, വെള്ളത്തിലേക്ക് വീഴുന്ന മഴത്തുള്ളികൾ. ആ നിമിഷത്തിൽ നീന്തുന്നത് ശരീരം മാത്രമല്ല, മനസ്സും കൂടെയായിരുന്നു. അങ്ങനെ ഞാൻ കാഴ്ചകളെല്ലാം കണ്ട് ഈ റിസോർട്ടിൻ്റെ വഴികളിലൂടെ കുറേ നേരം നടന്നു. ജീവിതം പതുക്കെയാക്കാൻ പഠിപ്പിച്ച്, മഴയുടെ ശബ്ദം കേൾക്കാൻ ഓർമ്മിപ്പിച്ച്, പ്രകൃതിയോട് വീണ്ടും പ്രണയം തോന്നിച്ച് ഒരു മനോഹരമായ അനുഭവം. നേരം ഇരുട്ട് തുടങ്ങി തിരിച്ച് റൂമിലേക്ക് കയറുമ്പോഴും ആ അനുഭവം മാറിയില്ല. ബാൽക്കണിയിൽ കുറച്ചുനേരം ഇരുന്നു. കയ്യിലൊരു ചൂട് കാപ്പി, മുന്നിൽ മഴ നനഞ്ഞ കാട്. ആ സമയത്ത് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിന് പോലും ഒരർത്ഥമുണ്ടെന്ന് തോന്നി. നേരം ഇരുട്ടും തോറും റിസോർട്ടിന്റെ മറ്റൊരു ഭംഗി കാണാൻ കഴിയും.
രാത്രി ഇരുട്ട് തുടങ്ങി. ഇനി ഭക്ഷണം കഴിക്കണം. ഇന്നത്തെ അത്തായം ഈ റിസോർട്ടിൽ തന്നെയാണ്. വൈകിട്ട് 6 മണിക്ക് മുന്നേ ഓർഡർ ചെയ്ത് വെക്കണം. കാരണം അവർ ഓർഡറിനനുസരിച്ചാണ് ഭക്ഷണം തയ്യാറാകുന്നത്. 8 മണിയാവുമ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി. പറയാതിരിക്കാൻ വയ്യ, വളരെ രുചികരമായാണ് അവർ ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകളും വളരെ നല്ല പെരുമാറ്റവും ഫ്രണ്ട്ലിയുമായി എനിക്ക് തോന്നി. ഈ കാടും പതിയെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയം. മഴ ഇപ്പോഴും ഇലകളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കാറ്റതിന് താളം പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ സംഗീതത്തിനിടയിൽ മഴയുടെ താളവും കാടിൻ്റെ നിശബ്ദതയും കൂട്ടായി ഇന്നത്തെ രാത്രിക്ക് ഒരു മനോഹരമായ ഗുഡ് നൈറ്റ്. രാവിലെ മഴ ഒന്ന് മാറി നിന്നിരുന്നു. ഇലകളിൽ തങ്ങി നിന്ന മഴത്തുള്ളികളും മരങ്ങൾക്കിടയിലൂടെ പതിയെ ഇറങ്ങി വരുന്ന വെളിച്ചവും പിന്നെ കുറച്ച് കുരങ്ങന്മാരും. അതിമനോഹരമായൊരു പ്രഭാതം. ആ മനോഹരമായ പ്രഭാതവും ഇവിടുത്തെ ഈ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിയോടെ കോഫി ഏക്യേഴ്സ് റിസോർട്ടിനോട് യാത്ര പറയേണ്ട സമയമായി. ഒരു പകലും ഒരു രാത്രിയും മാത്രം. പക്ഷേ ചില സ്ഥലങ്ങൾ അതിലും കൂടുതൽ സമയം മനസ്സിൽ തങ്ങി നിൽക്കും. മഴയുടെ മണം, കാടിൻ്റെ നിശബ്ദത, ആത്മാർത്ഥമായ ആതിഥ്യം, ഇതെല്ലാം ചേർന്ന് ഈ യാത്രയെ ഒരു മനോഹരമായ ഓർമ്മയാക്കി. വീണ്ടും ഒരിക്കൽ ഈ പച്ചപ്പിലേക്ക് തിരികെ വരാമെന്ന പ്രതീക്ഷയോടെ കോഫി ഏക്സേഴ്സിനോട് താൽക്കാലികമായി വിടാം.